ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ദേ ഈ കൂണ് വറക്കാനാണ്. അതിന് വേണ്ട സാധനങ്ങൾ മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, ഒരു കഷ്ണം ചുവന്നുള്ളി, കുരുമുളക്. ഇത്രയും സാധനമാണ് വേണ്ടത്. അന്ന് എൻ്റെ ചെയ്യണത് എങ്ങനെയാണെന്ന് നിങ്ങളുടെയും പറയാം. ഇതിനകത്ത് കൂണിൻ്റെ അകത്ത് നമ്മൾ ആദ്യം മഞ്ഞൾ പുരട്ടി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ വിടവീക്കട ഈ എല്ലുകളുടെ വിടവീക്കട പ്രാണികളോ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ നമ്മൾ കാണൂല. അപ്പോൾ ഉപ്പിടാതെ തന്നെ മഞ്ഞൾ ഇട്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് വേണം ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് ചേർത്ത് കറിയാക്കാൻ. അത് ചെയ്തു വരട്ടാനേ. ചുവന്നുള്ളി ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ മൂക്കത്തെ 2 വറ്റൽ മുളക് ഇട്ടു, സവാള ഇട്ടു. സവാള ഒന്ന് വാടട്ടെ. ഇനിത്തെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, പച്ചമുളക്. വാടട്ടെ എല്ലാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ലേശം മല്ലിപ്പൊടി ഇടുകയാണ്, ലേശം മുളക് പൊടി. കുരുമുളക് ഇടുമല്ലോ, അപ്പം മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കൂണ് കഴുകി മഞ്ഞളിട്ട് കഴുകി പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ കൂണാണ് ഇതിനകത്തേക്ക് ഇടാൻ പോണത്. കുരുമുളകാണ് കൂണിന് ഏറ്റവും നല്ല സാധനം. കുരുമുളക് ചേർത്താലേ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് കുരുമുളക് ചേർത്തു. ഇനി ലേശം ഉപ്പ്, ഇതിന് പാകത്തിനുള്ള ഉപ്പിടണം. ഒന്ന് മൂടി വെക്കട്ടെ. മൂടി വെച്ച് വേവട്ടെ. പറയട്ടെ. ഇനി നമ്മൾ ഇച്ചിരി നെയ്യ് ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാം. ഈ നെയ്യ് ചേർക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂണ് തിന്നിട്ട് അലർജി ഉള്ളവരുണ്ട്. കോഴീനെ തിന്നുമ്പോൾ അലർജി വന്നതുപോലെ. അപ്പോൾ നെയ്യ് ലേശം ചേർത്ത് കഴിഞ്ഞാൽ അലർജി വന്നവർക്കും കഴിക്കാം. കൂണിന് നല്ല ടേസ്റ്റും ആവും. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ലേശം നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.